ഹായ് ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഓടി വന്നിട്ടുണ്ട് ഒരാൾ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക്. ഇതാണ് ഞങ്ങളുടെ മാമ്പഴ അമ്പലം. ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വികാരം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഓരോ 4 കരക്കാർ 4 ദിവസം ഉത്സവം നടത്തുന്ന കണക്ക് ഇവിടെ ഫുള്ള് എപ്പോഴും പച്ചപ്പായിരിക്കും. ഇതാണ് മാമ്പഴ. ഇതാണ് സാരഥി ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ മെയിൻ NH-ലോട്ടുള്ള എൻട്രി. ഞങ്ങൾ ഇതുവഴിയാണ് മിക്കപ്പോഴും കൊല്ലം തോട്ടൊക്കെ പോകുമ്പോൾ ഇതുവഴിയാണ് വരുന്നത്. ഇതാണ് ഇതാണ് കരിക്കോട് ഒരു ടീ സ്പോട്ട്. ഇത് ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ള, ഇവിടെ ഒത്തിരി വെറൈറ്റി മോമോസുകളൊക്കെ ഉണ്ട്. കൊച്ചു കൊച്ചു ഫ്രൂട്ട്സ് കടകൾ. ഇത് റെയിൽവേ സ്റ്റേഷൻ ആണ്. കിളികൊല്ലൂർ റെയിൽവേ സ്റ്റേഷനാണോ? ആണ്, ഇത് കിളികൊല്ലൂർ റെയിൽവേ സ്റ്റേഷൻ. 5 രൂപ പരിപ്പ് കട. ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ 5 രൂപ പരിപ്പ് കട അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കാണത്തില്ല. അത് പക്ഷെ ഇപ്പം നമ്മൾ കണ്ടത് 5 രൂപ പരിപ്പ് കടയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. നല്ല ട്രാഫിക്. ഇതാണ് കരിക്കോട്. ഇതാണ് കിളികൊല്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ്. ഇതാണ് TKM എഞ്ചിനീയറിംഗ് കോളേജിലോട്ടുള്ള വഴി. ഇവിടുന്ന് ഈ താഴോട്ടുള്ള ഈ വഴി. TKM എഞ്ചിനീയറിംഗ് കോളേജൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. നിങ്ങൾ അടുത്ത് കാണുന്നത് TKM എഞ്ചിനീയറിംഗ് കോളേജാണ്. ആ കാണുന്നതാണ്, കാണാൻ പറ്റും. ഇതാണ് TKM എഞ്ചിനീയറിംഗ് കോളേജ്. ആ ബിൽഡിങ് തന്നെ ഒരു പഴയ മോഡൽ കൺസ്ട്രക്ഷനിലാണ്. ഇപ്പോൾ ഈ മോഡലിലൊന്നും അങ്ങനെ കോളേജുകളൊന്നും അങ്ങനെ പണിയുന്ന കണ്ടിട്ടില്ല. ഇതൊരു പഴയ മോഡൽ കൺസ്ട്രക്ഷനാണ്. ഇത് സമർമന്തിയും ഇത് ഒരുപാട് മന്തിക്ക് ഫേമസ് ആയിട്ടുള്ള കട. ഇതാണ് സിനിമ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അകത്തെ ആംബിയൻസ് ഒക്കെ നല്ല സൂപ്പറാണ്. ഫുഡും നല്ല ടേസ്റ്റുള്ള, പക്ഷേ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഓർഡർ കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് നല്ല വെയിറ്റിംഗ് ടൈം എടുക്കുന്നുണ്ട്. ഫുഡൊന്നും ടേസ്റ്റൊക്കെ നല്ലതാണ്, ക്വാളിറ്റി നല്ലതാണ്, പക്ഷെ ക്വാണ്ടിറ്റി ചില കറി ഇത് ഇച്ചിരി കുറവ് പോലെ. പിന്നെ ഇവിടെ എവിടെയോ ഇല്ലേ സ്റ്റുഡിയോ? ഇതാണ് സ്റ്റുഡിയോ, കൊല്ലത്തെ സ്റ്റുഡിയോ. ഇവിടെ നല്ല ഏപ്പ് നോക്കിയാലും നല്ല തിരക്കാണ്. ഇഷ്ടംപോലെ നല്ല ഓഫറുകളും ഒക്കെ നല്ലപോലെ ഉള്ള നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും. ഓഫറിൻ്റെ കട. ഒരുപാട് പേര് സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ട്. അവിടുത്തെ തിരക്കാണ് ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അവിടെ വണ്ടി പാർക്കിങ്ങിൻ്റെ ഏരിയ ഫുള്ളായതുകൊണ്ടായിരിക്കാം. ഇതും സ്റ്റുഡിയോ പോലെ തന്നെ നല്ല ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ ഓഫറിന് കൊടുക്കുന്നത്. പക്ഷെ സ്റ്റുഡിയോയുടെ അത്ര തിരക്ക് ഇവിടെ ഇല്ല. സ്റ്റുഡിയോയിലാണ് എപ്പം നോക്കിയാലും നമ്മൾ നിറച്ച് ഭയങ്കര പാർക്കിങ് പോലും ഫുള്ളായിട്ട് പോലെ ഇഷ്ടം പോലെ വണ്ടികളും തിരക്ക് നല്ല അതുപോലെ ഉണ്ട്. സാധനങ്ങളൊക്കെ പെട്ടെന്ന് തരും. ഫലൂഡാനേഷ്. ഇവിടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തട്ടുകടകൾ ഇഷ്ടംപോലെ. വൈകുന്നേര സമയങ്ങളിൽ നൈറ്റൊക്കെ ആകുമ്പോൾ ശരിക്കും നല്ല കൊച്ചു കൊച്ചു തട്ടുകടകൾ, നല്ല ചൂട് ഫുഡും
ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഒരു എൻട്രൻസാ. നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഏതാ? ഒരു എൻട്രൻസ് കൂടി ഉണ്ട്. അത് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് എന്നിട്ട് ഇടത്തോട്ട് പോകണം. ഇതെല്ലാം കൊച്ചു കൊച്ചു തട്ടുകടകൾ, ഒരുപാട് തട്ടുകടകളുണ്ട്. എല്ലാം നല്ല ഫുഡുവാ. ഏത് ബ്രിഡ്ജ്? അതെ, ഈ ബ്രിഡ്ജ് കയറി ചെല്ലുമ്പോഴാണ് അടുത്ത രണ്ടാമത്തെ കൊല്ലം സ്റ്റേഷനിലോട്ടുള്ള രണ്ടാമത്തെ എൻട്രൻസ്. ഇവിടെ ഇല്ല ക്ലോക്ക് ടവർ ഉള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുള്ള കൊല്ലത്തിൻ്റെ ഏതൊരു വീഡിയോ ഉണ്ടായാലും അതിനകത്ത് കാണുന്നതാണ് കൊല്ലത്തെ ക്ലോക്ക് ടവർ. ഇതാണ് കൊല്ലത്തെ ക്ലോക്ക് ടവർ. ഇതിനകത്ത് ഇരുന്നുകൊണ്ട് എത്ര അതാണ് കാണാം. ബ്രിഡ്ജ് ഇതാണ് ക്ലോക്ക് ടവർ. കൊല്ലത്തിൻ്റെ എല്ലാ വീഡിയോയിലും കാണുന്ന കൊല്ലത്തിൻ്റെ ക്ലോക്ക് ടവർ. ഇതാണ് കൊല്ലത്തെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി കിട്ടുന്ന സലീം ഹോട്ടൽ. ഇപ്പം നമ്മൾ അത് കാണാൻ പോലെ ഇതാണ് സലീം ഹോട്ടൽ. നമുക്ക് കയറി നോക്കാം ബിരിയാണി ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോഴത്തെ ആ സമയം കുറച്ച് ലേറ്റായി. നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. സലീമിൻ്റെ പാർക്കിങ് അതിൻ്റെ ബാക്കിലോട്ട് ഇപ്പുറത്തൂടെയുള്ള വഴി കൂടി കയറുകയാണ് ഇതിൻ്റെ പാർക്കിങ്. ബിരിയാണി എല്ലാവരും ചെമ്പൊക്കെ കഴുകി വെച്ചെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ബിരിയാണി തീർന്ന് നമ്മളിനി അതുകൊണ്ട് പൊറോട്ടയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് വേറൊരു ദിവസം വരുമ്പം ബിരിയാണിയുടെ എടുക്കാം. ഇതാണ് കൊല്ലത്ത് കമ്പോളം. ഇത് ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ കമ്പോളത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൊല്ലം ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പല 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 വഴികളാണ്. ഇത് ഒരു വഴി കയറി അടുത്ത വഴി കയറി നമ്മളിങ്ങനെ കറങ്ങി 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 കറങ്ങി. പക്ഷേ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കട എന്തായാലും കാണും. എല്ലാ കടകളും ഉള്ള കമ്പോളം. ഇപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് കടയൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. ഒട്ടുമിക്ക കടകളും അടച്ചിട്ടിരിക്കുന്നത് സൺഡേ ഉണ്ട്. അല്ലാതെ വർക്കിംഗ് ഡേയും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല എല്ലാ കടയും തുറന്നിരിക്കും. നല്ല തിരക്കൊക്കെ. ഒരുപാട് ഹോൾസെയിൽ കടകൾ ശരിക്കുണ്ട്. അതായത് ഇതിനകത്തുള്ള ഒട്ടുമിക്ക കടകൾ ഹോൾസെയിൽ കട തന്നെ. നമ്മളെ ചെറിയ ചെറിയ കച്ചവടക്കാരെല്ലാം ഇവിടെ ഈ കമ്പോളത്തിൽ വന്നിട്ടാണ് സാധനം എടുത്തിട്ട് പോകുന്നത്. ഇവിടെ ഈ കാണുന്ന കടകളൊക്കെ കുഞ്ഞിതാണെങ്കിലും അവിടെ സാധനങ്ങളൊക്കെ നല്ല, നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതിനെ പറ്റിയ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കാണുന്നുണ്ട്. ഇത് കമ്പോളമാണ്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കടയൊക്കെ അടച്ചിട്ടേക്കുന്നത്. നമ്മുടെ കൊച്ചു കൊച്ചു അല്ലാതെ റീറ്റെയിൽ ഷോപ്പിങ്ങുകാർ മുഴുവനും ഹോൾസെയിലായിട്ട് വന്ന് സാധനം എടുത്തിട്ട് പോകുന്നത് ഇവിടുന്നാണ്. ഇത് കമ്പോളം ഇങ്ങനെ പല പല വഴി പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി കിടക്കും. കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അല്ല, ഇതിൽ കയറിയോ അത്ത നല്ല അറിയാവുന്നവർക്കേ ഉള്ള വഴി തെറ്റാത്ത, അല്ലാതെ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം വഴി തെറ്റാറുണ്ട്. ഞങ്ങൾക്കും പലതവണയും തെറ്റിട്ടുണ്ട്. ഇവിടെ കൊല്ലത്ത് താമസിച്ച് ഇതിനെപ്പറ്റി അറിയാതിരുന്നിട്ട് പോലും പലപ്പോഴും. പിന്നെ എങ്ങനെ കറങ്ങിത്തിരിഞ്ഞാലും പുറത്തിറങ്ങാം. ഒരുപാട് കടകളുണ്ട്. എല്ലാം ഹോൾസെയിൽ കടകളൊക്കെയാണ് ഉണ്ട്. ഇത് അടുത്ത വഴി, ഇതടുത്ത വഴി, അങ്ങനെ ഒരുപാട് വഴികളാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫയൽവാനി കയറിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്കൊന്ന് കറികളൊന്നും ഇല്ലാത്തത് സലീമിൽ ഇറങ്ങി നമ്മൾ നേരെ ഫയൽവാനിയാണ് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇനി കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. ഞായറാഴ്ച ഇപ്പം 4 മണിയായി, അതുകൊണ്ട് ഇപ്പം ബിരിയാണി എങ്ങനെയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ പൊറോട്ടയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ തിരക്ക് കുറവുണ്ട്, വൈകുന്നേരം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വന്നാൽ നല്ല തിരക്കാണ്. കൊല്ലക്കാർക്ക് അറിയായിരിക്കും, കൊല്ലത്തെ ഫയൽവാൻ ഹോട്ടലിൽ ഭയങ്കര തിരക്കായിരിക്കും.
ഓക്കെ ഗൈസ്. നമുക്കെല്ലാം വന്നില്ല. എന്തൊക്കെ കിട്ടി ഭാവിക്ക്? അപ്പോൾ ഗൈസ് നമ്മളെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കട്ടെ. 4 മണിയായി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും വണ്ടിയിൽ കയറാൻ തയ്യാറായിട്ടിരിക്കുന്നു. ഇനി അപ്പോൾ നമ്മൾ അടുത്തടുത്ത് സൺഡേ ആയിട്ട് ചുമ്മാതെ ഇങ്ങനെ നടന്ന് കറങ്ങുക ഗൈസ്. ഇപ്പുറത്തൂടെ സൺഡേ കൊല്ലം ബീച്ചിലോട്ട്. ഇതാണ് കൊല്ലം ബീച്ച്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അവിടെ നിന്നോട്ട് വെയിലടിക്കുന്നുണ്ട്. കൈറ്റ് പറക്കുന്നു. അതങ്ങനത്തെ ജീപ്പാണ് കൊച്ചിന് വേണോന്ന് പറഞ്ഞേക്കുന്നത്. താർ ജീപ്പ്. കൊല്ലം ബീച്ചിൽ എപ്പോഴും ഒരു പോലീസ് വണ്ടി, ഒരു പിങ്ക് പോലീസിന്റെ വണ്ടി, ഇതൊക്കെ എപ്പോഴും കാണും. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സൺഡേ നല്ല മിക്ക ദിവസം ഇവിടെ നല്ല തിരക്ക് കാണുന്നയാ. നല്ല ഉപ്പിലിട്ടത് ഇതൊക്കെ എപ്പോഴും ഇവിടെ കാണുന്നേ. നല്ല ഇഷ്ടംപോലെ ചെറുകിട കച്ചവടക്കാർ ഒരുപാടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ വണ്ടിക്ക് സ്ഥലം കിട്ടുന്നതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്. പാർക്കൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. കൊല്ലം ബീച്ചിന്റെ തന്നെ നേരെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പാർക്കുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നിറച്ച് പരുന്തുകളും പട്ടങ്ങളും ഒക്കെയാ. നമ്മളങ്ങനെ കബഡിയൊക്കെ കണ്ടിട്ട് ബീച്ചിലെ കാറ്റൊക്കെ കൊള്ളുവാണ് ഗൈസ്. ഇല്ലയാ ബീച്ച് നല്ല തിരക്ക് ഇല്ലയാ? ബീച്ച് നല്ല തിരക്കല്ലയോ? വലിയ തിര ബീച്ച്. അങ്ങോട്ടാരെ ഇറങ്ങത്തില്ല. കടൽ ഗൈസ് ഇവിടെ ഭയങ്കര കബഡി മത്സരം നടക്കുകയാണ്. സംസ്ഥാനതല കബഡി മത്സരം ഇല്ല ഗൈസ്. നല്ല തിരക്ക്. കബഡി മത്സരങ്ങൾ നടക്കുന്നില്ലയോ? കണ്ടായിരുന്നോ കബഡി? അതുകൊണ്ട് ഞങ്ങൾ ബീച്ചൊന്നും ആസ്വദിക്കാതെ വിട്ട് കബഡി മത്സരം കണ്ടു. ഇനിയിപ്പോൾ ഫൈനലാണ്. ഫൈനലിലൂടെ കണ്ടിട്ട് ഇനി ഇവിടെ പാർക്കിൽ കയറിയിട്ട് പാർക്കിൽ നമ്മളൊന്ന് പാർക്കിൽ കയറണം. ഇനി ഫൈനലും കാസർഗോഡും കണ്ണൂരുമായിട്ട് പുരുഷന്മാരുടെ ഫൈനലാണ്. ടീം ഇപ്പോൾ തുടങ്ങും. ഫൈനലിലൂടെ കണ്ടിട്ട് കൊല്ലം കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യുക. വനിതാ വിഭാഗം കൊല്ലം കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യുക. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ട് ഫൈനലിൽ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പാർക്കിലേക്ക് കയറി. രണ്ടുപേരും വെള്ളമൊക്കെ പൊടിക്കാൻ നമ്മളൊന്ന് പാർക്കിൻ്റെ അകത്താണ് ഗൈസ്. ഇരുട്ടായിട്ട് ചെറിയ വെട്ടക്കുറവൊക്കെ ഉണ്ട്. അതിനകത്ത് ബീച്ചിൻ്റെ ഇവിടുത്തെ പാർക്ക് തന്നെയാണ്. എല്ലാം ഓഫ് ചെയ്ത് എല്ലാവരും ഇല്ല. കബഡി കളിയുടെ ഇതിൽ നിന്നുകൊണ്ട് ഇവിടെ തിരക്ക് കുറഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാവരും കഴിഞ്ഞു.
കൊല്ലം പാർക്കിന്റെ സായാഹ്നങ്ങളാണ് ഗൈസ്. ഗാന്ധി പ്രതിമയൊക്കെ ഉണ്ട്. കുറച്ച് ലോങ് നിന്ന് എടുക്കാം. ാണ് കൂടുതൽ ഓപ്പൺ ആവത്തുള്ളൂ. കളിക്കാനുള്ള ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ശരി, ഷവർമയും പലരുടെ കട്ട വെയിറ്റിംഗ്. ഒറ്റയ്ക്ക് ഇരുന്ന് ഷവർമ ഇരുന്ന് ഗൈസ്. ഒരു ഷവർമയുടെ പകുതി ഇരുന്ന് കഴിഞ്ഞ് ഞാൻ തിന്ന് അനങ്ങാൻ വയ്യാതിരിക്കുന്ന കണ്ട ഗൈസ്. ഡയറ്റിങ് ആണെന്നാണ് പറയുന്നത്, പക്ഷേ തിന്ന് അനങ്ങാൻ വയ്യ. തിന്ന് അനങ്ങാൻ വയ്യാതിരുന്നത് കണ്ട ഡയറ്റിങ് ആണെന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര ബഹളം. ഓക്കെ ഗൈസ്, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. അപ്പം ഗൈസ്, നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. കറക്കം അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ. കബഡി ഗൈസ്, കബഡി കളി സൂപ്പർ കബഡി കളിയായിരുന്നു കേട്ടോ. നമ്മളെ കൊല്ലം 2ാം സ്ഥാനത്തായിപ്പോയി വുമൻസിൻ്റെ. പിന്നെ ബോയ്സിൻ്റെത് പിന്നെ കണ്ണൂരും കാസർഗോഡും ആയിട്ടായിരുന്നു. കാസർഗോഡ് അടിച്ച് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് എന്നും തോന്നുന്നു. കൊല്ലം വുമൻസിൻ്റെ ഫൈനൽ നല്ല മത്സരമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പോയി. അങ്ങനെ അവിടെ പോയി ബീച്ച് കാണുന്നതിനേക്കാളും കബഡി കളിയായിപ്പോയി മൊത്തം കണ്ട്. 4:30 വട്ടം കണ്ട് കബഡി കളി കണ്ടുകൊണ്ടിരുന്നത്. 7 മണിയായി തീർന്നു. അപ്പോൾ 6:30 ഇല്ലേ. പിന്നെ ഞങ്ങൾ പാർക്കിലൊക്കെ കയറി അത് കണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് സമയം ഒത്തിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ. അപ്പം ഗൈസ്, ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വേറെ എന്തോ പറയണം. അതുകൊണ്ട് നന്ദുട്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഗൈസ്. അപ്പോൾ ഞങ്ങളെ അപ്പം ഇത് വെട്ടക്കുറവുണ്ട്, എന്നാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ പിന്നെന്താ ലൈക്ക് ചെയ്യണ്ടോ? അപ്പം ഗൈസ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഞങ്ങൾ ഈ വീഡിയോ ഇന്നിനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നടക്കത്തില്ല, നാളെ അപ്ലോഡ് ചെയ്യും. ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്.